അക്കൗണ്ടിംഗ് ജോലിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ അത് യാഥാർത്ഥ്യമാക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഗൾഫ് അക്കൗണ്ടിംഗ് കോഴ്സ് തന്നെയാണ്. ഇന്നത്തെ ഈ മത്സര ലോകത്ത് ഡിഗ്രി മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. പല കമ്പനികളും തേടുന്നത് നല്ല പ്രാക്ടിക്കൽ സ്കില്ലുള്ള അക്കൗണ്ടന്റുകളെയാണ്. അതിനുവേണ്ടി ഫിൻതാലും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നു ഓൺലൈൻ ഗൾഫ് അക്കൗണ്ടിംഗ് കോഴ്സ്. ഇതിലൂടെ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ അക്കൗണ്ടിംഗ്, ടാലി പ്രൈം, സോഹോ ബുക്ക്, അഡ്വാൻസ് എക്സൽ, GST, UAE കോർപ്പറേറ്റ് ടാക്സ്, GCC വാറ്റ് എല്ലാം പഠിച്ചെടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ കംഫർട്ട് ടൈമിൽ ഓൺലൈനായിട്ട് പ്രാക്ടിക്കലോട് കൂടിയിട്ട് തന്നെ പഠിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യയിലോ ഗൾഫ് രാജ്യങ്ങളിലോ അക്കൗണ്ടിംഗ് മേഖലയിൽ മികച്ച കരിയർ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ബെസ്റ്റ് ഓപ്ഷൻ ആണ്. സോ ലേൺ ടുഡേ ആൻഡ് ഗെറ്റ് ജോബ് ഫോർ ടുമോറോ. അപ്പോൾ നമുക്ക് സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യണം എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഗേറ്റ് വേ ഓഫ് ടാലിയിൽ ക്രിയേറ്റിൽ പോവുക, മാസ്റ്റേഴ്സിൽ ക്രിയേറ്റ്. എന്നിട്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം അക്കൗണ്ടിങ് മാസ്റ്റേഴ്സ് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു ലെഡ്ജറൊക്കെ ക്രിയേറ്റ് ചെയ്ത സമയത്ത്. ഇപ്പം നമ്മൾ ഇൻവെൻട്രി മാസ്റ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്, കാരണം നമ്മളത് ഫീച്ചേഴ്സിൽ പോയിട്ട് എനേബിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഫസ്റ്റ് സ്റ്റോക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. സ്റ്റോക്ക് ഗ്രൂപ്പ് ക്രിയേഷൻ എന്നൊരു ഒരു വിൻഡോ വന്നിട്ടുണ്ട്. അതിൽ നമ്മൾ സോപ്പ് എന്ന് ക്രിയേറ്റ് ചെയ്യാണ്. ഇനി അണ്ടർ പ്രൈമറി ഷുഡ് ക്വാണ്ടിറ്റി ഐറ്റം ബി ആഡഡ്, എസ് കൊടുക്കണം. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോക്ക് സമ്മറിയിലൊക്കെ നമ്മളെ ക്വാണ്ടിറ്റീസ് ഓഫ് ഐറ്റംസ് എന്താണ് ആഡ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് എസ് കൊടുക്കാം. ഇപ്പം എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് എന്താ വെച്ചാൽ ഓരോന്നും നമ്മൾ സ്റ്റോക്ക് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തും സ്റ്റോക്ക് ഗ്രൂപ്പുകളെ സോപ്പ്, പേസ്റ്റ്, അതേപോലെ സാൾട്ട്, ഷാംപൂ, മസാല, പിക്കിള്, പെന്ന്, പെൻസിൽ, ക്ലെൻസർ, അതേപോലെ സീഡ്സ്, വിക്സ്, ഇതൊക്കെ എന്താണ് നമ്മളെ ഗ്രൂപ്പുകളാണ്. നമുക്ക് എല്ലാം വേണമെങ്കിൽ എന്ത് ചെയ്യാം, സ്റ്റോക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ക്രിയേറ്റ് ചെയ്യാം. അല്ലാതെ വേറൊരു വഴിയും കൂടെ ഉണ്ട്, നമ്മൾ സ്റ്റോക്ക് ഐറ്റം ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ സ്റ്റോക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടില്ലേ. ഓക്കെ, അടുത്തത് ഇനി നമുക്ക് അത് സേവ് ചെയ്യാം. സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ അതിൽ വരുന്നതാണ് യൂണിറ്റ്. നമുക്ക് യൂണിറ്റ് ഒന്ന് ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിള് വരുന്നത് നോസ്, കാരണം സോപ്പൊക്കെ എണ്ണത്തിലാണ് പറയുക, അതുകൊണ്ടാണ് നോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫോർമൽ നെയിം നമ്പേഴ്സ്. ഇത്രയും കൊടുത്തിട്ട് നമുക്ക് സേവ് ചെയ്യാം. സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് സ്റ്റോക്ക് ഐറ്റം എടുക്കാം. അപ്പൊ അതിൽ സ്റ്റോക്ക് ഐറ്റം ക്രിയേഷൻ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഫസ്റ്റ്ലി നമ്മളെ സ്റ്റോക്ക് ഐറ്റത്തിന്റെ പേരെന്താണ്, സിന്തോൾ ബിഗ് ആണ്, സോപ്പാണ്, പിന്നെ പർച്ചേസ് റേറ്റ് അതുപോലെ സെയിൽസ് റേറ്റ് ഒക്കെ കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് ഈ സിന്തോൾ ബിഗ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. സിന്തോൾ ബിഗ് പ്രൈമറി എന്നുള്ളിടത്ത് എന്താണ്, സോപ്പ് എന്ന് നമ്മൾ ഓൾറെഡി നേരത്തെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ലിസ്റ്റ് ഓഫ് ഗ്രൂപ്പ്സ് കണ്ടില്ലേ, ലിസ്റ്റ് ഓഫ് ഗ്രൂപ്പ്സ്, അതിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത എല്ലാ ഗ്രൂപ്പും വരും. ഇപ്പൊ നമ്മൾ ആകെ ഒരു ഗ്രൂപ്പേ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഈ സോപ്പ് മാത്രം വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആ സോപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടെ കണ്ടോ യൂണിറ്റ്സ്, നമ്മളിത് യൂണിറ്റ്സ് അടിച്ച സമയത്ത് തന്നെ നോസ് എന്ന് വന്നിട്ടുണ്ട്. അതെന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നോസ് എന്നുള്ളത് യൂണിറ്റ് ക്രിയേറ്റ് ചെയ്തിരുന്നു, നമ്പേഴ്സ് എന്നുണ്ട്, അതും കൂടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് ഇതേപോലെ അഡീഷണൽ ഡീറ്റെയിൽസ് കാരണം സെറ്റ് സ്റ്റാൻഡേർഡ് റേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു കോളം കൂടെ വന്നിട്ടുണ്ട്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പർച്ചേസ് റേറ്റും സെയിൽസ് റേറ്റും കൊടുത്തിട്ടാണ് ഈ ഒരു സ്റ്റോക്ക് ഐറ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. എല്ലാ സമയത്തും പർച്ചേസ് റേറ്റും സെയിൽസ് റേറ്റും കൊടുക്കേണ്ടി വരില്ല. ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് എന്താണ് പർച്ചേസ് റേറ്റും സെയിൽസ് റേറ്റും എങ്ങനെ കൊടുക്കുക എന്നുള്ളത് പഠിക്കാനുണ്ട്. അപ്പൊ ചിലരുടെ പിന്നെ സിസ്റ്റത്തിൽ ചിലപ്പോൾ അഡീഷണൽ ഡീറ്റെയിൽസ് ഈ സെറ്റ് സ്റ്റാൻഡേർഡ് റേറ്റ് ഓണായി വന്നിട്ടുണ്ടാവില്ല. അപ്പൊ അത് എവിടെ നിന്നാണ് ഓണാക്കാന്ന് ചോദിച്ചാല് നമുക്ക് F12 പ്രസ് ചെയ്യാം. അപ്പൊ കോൺഫിഗറേഷൻ എന്നുള്ളത് വരും. കോൺഫിഗറേഷനിൽ ഷോ മോർ കോൺഫിഗറേഷന് നമുക്ക് യെസ് കൊടുക്കാം, അതുപോലെ ഷോ ഓൾ കോൺഫിഗറേഷൻ യെസ് കൊടുക്കാം. അപ്പൊ നമുക്ക് ആവശ്യമുള്ള കുറെ ജനറൽ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട് ഇവിടെ. പിന്നെ നമുക്ക് എന്താണ് ഇൻവെന്ററി ഡീറ്റെയിൽസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എനേബിൾ ചെയ്യാൻ പോകുന്നത്. സ്റ്റോക്ക് ഗ്രൂപ്പ് ഓൾറെഡി ഇവിടെ എനേബിൾ ആണ്. സ്റ്റോക്ക് കാറ്റഗറി ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. പിന്നെ അതേപോലെ യൂണിറ്റ് ഓഫ് മെഷർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, യൂണിറ്റ് കൊടുത്തിട്ടില്ല, അതാണ് യൂണിറ്റ് ഓഫ് മെഷർമെന്റ്. UOM എന്ന് പറഞ്ഞാൽ യൂസ് ആൾട്ടർനേറ്റീവ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2 യൂണിറ്റുകൾ കൊടുക്കുന്നതാണ്. അത് നമ്മൾ നെക്സ്റ്റ് പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കുന്നതാണ്. അടുത്ത വരുന്നത് സെറ്റ് കോമ്പണൻസ് ലിസ്റ്റ്, ബിൽ ഓഫ് മെറ്റീരിയൽസ്.
BOM എന്ന് പറയും. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മാനുഫാക്ചർ ഒക്കെ ചെയ്യുന്ന സമയത്താണ് BOM ഓണാക്കുക. ആ സമയത്ത് നമുക്ക് ഓണാക്കിയിട്ട് ചെയ്യാം. അടുത്തതാണ് പ്രൊവൈഡ് സ്റ്റാൻഡേർഡ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് റേറ്റ്. ഇതാണ് നമ്മൾ എസ് കൊടുത്താൽ മാത്രമേ നമുക്ക് എന്ത് വരുള്ളൂ, അവിടെ പർച്ചേസ് റേറ്റും സെയിൽസ് റേറ്റും കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ സ്റ്റാൻഡേർഡ് ആൻഡ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് റേറ്റ്സ് എസ് കൊടുക്കുക കേട്ടോ. ഇത് കൊടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് വരുള്ളൂ, അവിടെ പർച്ചേസ് റേറ്റും സെയിൽസ് റേറ്റും കൊടുക്കാൻ പറ്റുള്ളൂ. ഇത്രയും കാര്യങ്ങൾ ഓൺ ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് സേവ് ചെയ്യുക. അവിടെ എന്ത് ചെയ്യാം, എസ് കൊടുക്കുക. എസ് കൊടുക്കുക കേട്ടോ. അപ്പൊ നമുക്ക് ഇതുപോലെ ഒരു ബോക്സ് ആണ് ഓപ്പൺ ആയിട്ട് വരിക. സ്റ്റോക്ക് ഐറ്റത്തിന്റെ പേര് സിന്തോൾ ബിഗ്, പിന്നെ സ്റ്റാൻഡേർഡ് കോസ്റ്റ്, അതുപോലെ സ്റ്റാൻഡേർഡ് സെല്ലിംഗ് പ്രൈസ്. ഈ ഒരു 2 കോളം വരുന്നുണ്ട്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർച്ചേസ് റേറ്റ് ആണ്. സ്റ്റാൻഡേർഡ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ സെയിൽസ് റേറ്റ് ആണ്. അപ്പൊ നമ്മൾ അപ്ലിക്കബിൾ ഫ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ന് മുതലാണ് ഈ ഒരു പർച്ചേസ് റേറ്റ് അപ്ലിക്കബിൾ ആവേണ്ടത്, അതാണ് ചോദിക്കുന്നത്. പിന്നെ അതുപോലെ സ്റ്റാൻഡേർഡ് സെല്ലിംഗ് പ്രൈസും അതുപോലെ തന്നെ എന്ന് മുതലാണ് നമുക്ക് ഈ റേറ്റ് നമ്മുടെ ബില്ലിൽ വരേണ്ടതെന്ന് ചോദിക്കില്ലേ, അതിന്റെ ഡേറ്റ് ആണ് നമുക്ക് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പൊ നമ്മൾ ഫിനാൻഷ്യൽ ഇയറിന്റെ സ്റ്റാർട്ടിങ്ങിന് ഓട്ടോമാറ്റിക് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റാൻഡേർഡ് കോസ്റ്റ് കൊടുക്കാം. സ്റ്റാൻഡേർഡ് കോസ്റ്റ് വരുന്നത്, പർച്ചേസ് റേറ്റ് വരുന്നത് 13.25 ആണ്. അപ്പൊ നമുക്ക് ആ ഒരു എമൗണ്ട് കൊടുക്കാം, 13.25 എൻട്രി ചെയ്യാം. എന്നിട്ട് ഒന്നുകൂടെ എൻട്രി ചെയ്യാം, ഒന്നുകൂടെ എൻട്രി ചെയ്യാം കേട്ടോ. അപ്പൊ അടുത്ത കോളത്തിലോട്ട് പോകും. സ്റ്റാൻഡേർഡ് സെല്ലിംഗ് പ്രൈസ് എൻട്രി ചെയ്തിട്ട് എന്ത് ചെയ്യാം, സെയിൽസിന്റെ റേറ്റ് കൊടുക്കാം 15.50, 15.50 എൻട്രി അടിക്കാം. ഇത്രയും കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ സേവ് ചെയ്യാം. എന്നിട്ട് സ്റ്റാറ്റ്യൂട്ടറി ഡീറ്റെയിൽസിന്റെ അവിടെ നമുക്കൊന്നും കൊടുക്കാനില്ല, എൻട്രി ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ എന്താ വെച്ചാൽ ഓപ്പണിംഗ് ബാലൻസ് എന്ന് വരും. നേരത്തെ നമ്മൾ ലെഡ്ജറിലും കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അവിടെ നമുക്ക് എന്താണ് ഓപ്പണിംഗ് ബാലൻസ് മാത്രം കൊടുക്കാനേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ എന്താന്ന് ചോദിച്ചാൽ ക്വാണ്ടിറ്റി വരുന്നുണ്ട്, അതുപോലെ റേറ്റ്, പിന്നെ അതിന്റെ വാല്യൂ, ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. അപ്പൊ നമുക്ക് ക്വാണ്ടിറ്റി കൊടുക്കാം. ക്വാണ്ടിറ്റി വരുന്നത് കറന്റ് സ്റ്റോക്ക് ആണ് ക്വാണ്ടിറ്റി. അപ്പൊ 3000. സ്റ്റോക്ക് വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് അവിടെ പിന്നെന്താ അതിന്റെ ഇത് കിട്ടുന്നതാണ് കേട്ടോ. നമുക്ക് നോക്കാം, 3000 സ്റ്റോക്ക് വാല്യൂ. പിന്നെ റേറ്റ് വരുന്നത് എന്താ വെച്ചാൽ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറഞ്ഞാല് അത് നമ്മുടെ സ്റ്റോക്കാണ്. അത് സെല് ചെയ്യണ പ്രൈസ് അല്ല കൊടുക്കേണ്ടത്, പർച്ചേസ് റേറ്റ് ആണ് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പൊ 13.25 കൊടുക്കാം. അപ്പൊ കണ്ട നമുക്ക് ഇവിടെ വാല്യൂല് വരുന്നുണ്ട് എന്ത്, പിന്നെ ഇവിടെ സ്റ്റോക്ക് വാല്യൂ ആണ് അവിടെ വാല്യൂല് വരുന്നത്. അപ്പൊ ഇത്രയും കാര്യം മനസ്സിലായ. ഒരു സ്റ്റോക്ക് ഐറ്റം കൂടെ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ലെക്സ് ഇന്റർനാഷണൽ. അപ്പൊ ഇത് നമുക്ക് സേവ് ചെയ്യാം. ഇതൊന്നും കൊടുക്കാത്തതുകൊണ്ടാണ് അത് വന്നിട്ടുണ്ടായിരുന്നത്. ഇത് സേവ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യാം. ലെക്സ് ഇന്റർനാഷണൽ. അണ്ടർ സോപ്പാണ്, സോപ്പ്, നോസ്, പിന്നെ അതുപോലെ സെറ്റ് സ്റ്റാൻഡേർഡ് റേറ്റ് എസ് കൊടുക്കാം. അപ്പൊ അതുപോലെ ബോക്സ് വരും. നമുക്ക് എന്ത് ചെയ്യണം, അതിന്റെ ഇത് കൊടുക്കണം. ലെക്സ് ഇന്റർനാഷണലിന്റെ പർച്ചേസ് റേറ്റ് 6.40, സെയിൽസ് റേറ്റ് 7.40 ആണ്. 2,100 ആണ് കറന്റ് സ്റ്റോക്ക് കേട്ടോ. നമുക്ക് അത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽസ് കൊടുക്കാം. 6.40, സെല്ലിംഗ് പ്രൈസ് 7.40. നമുക്ക് സേവ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് ക്വാണ്ടിറ്റി കൊടുക്കാം. 2,100. റേറ്റ് വരുന്നത്, പർച്ചേസ് റേറ്റ് വരുന്നത് 6.40 ആണ്. അപ്പൊ നമുക്ക് 13,440 ഇവിടെ റേറ്റ് കാണാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് കേട്ടോ. ഇത് മുഴുവൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഫുള്ള് ചെയ്ത് കാണിച്ചു തരുന്നില്ല. ഇത്രയും കാര്യങ്ങൾ ഇതേ പാറ്റേൺ തന്നെ ചെയ്താൽ മതി. 2 നമ്മൾ ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. എല്ലാം സ്പൂൺ ഫീഡിങ് വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ, നിങ്ങൾ തന്നെ ചെയ്ത് പഠിക്കാനാണ്. ഒരേ പാറ്റേൺ ആണ്. അപ്പൊ നിങ്ങൾ സിന്തോൾ ബിഗ് അതേപോലെ ലെക്സ് ഇന്റർനാഷണൽ ചെയ്ത പോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഇതിന്റെ മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് സ്റ്റോക്ക് ഐറ്റം ചെയ്യുമ്പോൾ തന്നെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളത്. അപ്പൊ അതും കൂടെ ഒന്ന് നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്ലോസപ്പ് ഒന്ന് ചെയ്ത് നോക്കാം. ഇത് നമുക്ക് സേവ് ചെയ്യാം. ഇനി ക്ലോസപ്പ് 200 ഗ്രാം നിലവും കൂടെ കൊടുക്കാം കേട്ടോ. കാരണം പല ഗ്രാമിലുള്ള ഉണ്ടായതുകൊണ്ട്
നമുക്ക് എന്ത് ചെയ്യാം 200 ഗ്രാം എന്നുള്ളതും കൂടെ കൊടുക്കാം. എൻ്റർ അടിക്കാം. പ്രൈമറി എന്നുള്ളിടത്ത് അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആൾട്ട് സി അടിച്ചിട്ട് ഇവിടെയാണ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ വേണ്ടോ സ്റ്റോക്ക് ഗ്രൂപ്പ് ക്രിയേഷൻ, അവിടെ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോക്ക് ഗ്രൂപ്പിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ക്രിയേറ്റ് എന്ന് എടുക്കുക, അല്ലെങ്കിൽ ആൾട്ട് സി എടുത്തിട്ട് എന്ത് ചെയ്യുക, പേസ്റ്റ് എന്ന് കൊടുക്കുക, എൻ്റർ അടിക്കുക. അണ്ടർ പ്രൈമറി ഷുഡ് ക്വാണ്ടിറ്റീവ്സ് ഓഫ് ഐറ്റം ബി ആഡഡ്, എസ് കൊടുക്കാം. അപ്പോൾ ഇവിടെ നോസ് സെലക്ട് ചെയ്യാം. ഇനി ഇവിടെ സെറ്റ് സ്റ്റാൻഡേർഡ് റേറ്റ് എസ് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ സ്റ്റാൻഡേർഡ് റേറ്റ് ചോദിക്കുന്നുണ്ട്. അത് പേസ്റ്റിന്റെ 23.75 25.50 എത്രയൊക്കെയാണ് വരുന്നത്, 23.75 23.75. സെല്ലിംഗ് പ്രൈസ് 25.50 25.50. എൻ്റർ അടിക്കാം. ഇത് സേവ് ചെയ്യാം കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക, ഡ്യൂട്ടീസ് ആൻഡ് ടാക്സ് ഇതാക്കിയിട്ട് ക്വാണ്ടിറ്റിയിൽ പോവാം. ക്വാണ്ടിറ്റി നമുക്ക് വരുന്നത് 1240 അപ്പൊ ഈ ഒരു ടോട്ടലല്ലേ കിട്ടുന്നതെന്ന് നോക്കുക കേട്ടോ. ഇവിടെ നിങ്ങൾ ചെയ്യുമ്പോഴൊക്കെ സ്റ്റോക്ക് വാല്യൂവിന്റെ അവിടെ ഇതന്നെയല്ലേ കിട്ടുന്നതെന്ന് നോക്കാം. 1240. റേറ്റ് വരുന്നത് 23.75. ഓക്കെ, നമുക്ക് ഈ റേറ്റ് തന്നെയല്ലേ കിട്ടിയെന്ന് നോക്കാം. 29.450 കണ്ടോ, 29.450. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സ്റ്റോക്ക് ഐറ്റത്തിൽ എന്തൊക്കെ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നെയിം കൊടുക്കാനുണ്ട്, അണ്ടർ ഗ്രൂപ്പ് എന്ന് പറയും, അണ്ടർ കൊടുക്കാനുണ്ട്, യൂണിറ്റ് കൊടുക്കാനുണ്ട്. പിന്നെ അഡീഷണൽ ഡീറ്റെയിൽസ് എന്നുള്ളത് സെറ്റ് സ്റ്റാൻഡേർഡ് റേറ്റ് എസ് ആക്കിയിട്ട് ആ ഒരു സ്റ്റോക്ക് ഐറ്റത്തിന്റെ പേര് വരും. അതേപോലെ സ്റ്റാൻഡേർഡ് കോസ്റ്റ് പറഞ്ഞാൽ പർച്ചേസ് റേറ്റ്, സ്റ്റാൻഡേർഡ് സെല്ലിംഗ് പ്രൈസ് പറഞ്ഞാൽ സെയിൽസ് റേറ്റ്. ഇത്രയും കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സേവ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എൻ്റർ അടിച്ചിട്ട് എന്ത് ചെയ്യുക, ഓപ്പണിംഗ് ബാലൻസ് എന്നുള്ളടത്ത് ക്വാണ്ടിറ്റി എത്രയാണോ അത് കൊടുക്കുക. പിന്നെ പർച്ചേസ് റേറ്റ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്, കാരണം നമ്മുടെ സ്റ്റോക്കാണ്. നമുക്ക് ഒരിക്കലും സെയിൽ ചെയ്യുമ്പോൾ അല്ലേ എമൗണ്ട് ഇവിടെ കൊടുക്കാൻ പറ്റില്ല. പർച്ചേസിന്റെ റേറ്റ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇവിടെ പർച്ചേസ് റേറ്റ് കൊടുക്കുക. പിന്നെ വാല്യൂ കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല നോക്കുക. ഇത്രയും ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സേവ് ചെയ്യുക. ഇത്രയാണ് സ്റ്റോക്ക് ഐറ്റം പർച്ചേസ് റേറ്റും സെയിൽസ് റേറ്റും കൊടുത്തിട്ട് ചെയ്യുന്നത്. നമുക്ക് എന്താന്ന് ചോദിച്ചാൽ മൾട്ടി ആയിട്ട് സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യാം. പക്ഷെ എന്താന്ന് ചോദിച്ചാൽ നമുക്ക് പർച്ചേസ് റേറ്റും സെയിൽസ് റേറ്റും ഇവിടെ കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, കൺട്രോൾ എച്ച് കൊടുത്തു കഴിഞ്ഞാൽ മൾട്ടി ക്രിയേറ്റ് കിട്ടും. ആൾട്ടച്ച് ആണ്, ആൾട്ടച്ച് കൊടുത്തിട്ട് മൾട്ടി ക്രിയേറ്റ് കൊടുക്കാം. അപ്പൊ ഇവിടെ വരുന്നുണ്ടോ, ഇവിടെ നെയിം ഓഫ് ഐറ്റം, അതുപോലെ ഓപ്പണിംഗ് ക്വാണ്ടിറ്റി, പിന്നെ റേറ്റ്, എമൗണ്ട്. ഇതിൽ ഇവിടെ എന്ത് വരുന്നില്ല, പർച്ചേസ് റേറ്റും സെയിൽസ് റേറ്റും വരാത്തത് കൊണ്ട് നമുക്ക് ഈ ഒരു പ്രോബ്ലം ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല കേട്ടോ, സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യുമ്പോൾ. അപ്പൊ ഇതൊന്നും വരാത്ത സ്റ്റോക്ക് ഐറ്റം കയറ്റാനുണ്ടാവും, അത് നമുക്ക് വരുന്നുണ്ട് പ്രോബ്ലംസ്. അത് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം, മൾട്ടി ക്രിയേഷൻ ആയിട്ട് ചെയ്യാം. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ആൾട്ടർ ചെയ്യാൻ പറ്റും. നമ്മൾ ചെയ്ത കാര്യങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഗേറ്റ് വേ ഓവർ ടാലിയിൽ പോയിട്ട് ആൾട്ടറിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോക്ക് ആയിട്ട് ഇപ്പൊ നമ്മൾ ചെയ്ത് ഗ്രൂപ്പ് നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. കണ്ടോ, സോപ്പും പേസ്റ്റും ആണ് നമ്മൾ ഉണ്ടാക്കിയ ആ 2 ഗ്രൂപ്പ് ഇവിടെ ഉണ്ട്. പിന്നെ അതുപോലെ നമ്മൾ സ്റ്റോക്ക് ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്തത്, സിന്തോൾ ബിഗ്, അതേപോലെ ക്ലോസപ്പ്, പിന്നെ ലെക്സിന്റെ, ഈ 3 വന്നേ നമ്മൾ ചെയ്ത എല്ലാം ഇവിടെ വരും. ആൾട്ടറിലാണ് കേട്ടോ. പിന്നെ യൂണിറ്റ് നമ്മൾ നോസ് എന്നാ കൊടുത്തത്. ഒരുപാട് യൂണിറ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ വരും കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. എഡിറ്റ് ചെയ്യാനും പറ്റും, നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും പറ്റും. സമ്മറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് അറിയണം. നിങ്ങൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്തറിയണം, നിങ്ങൾക്ക് ഇതൊക്കെ കറക്റ്റ് ആണോ എന്ന് അറിയണ്ട. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് ചോദിച്ചാൽ സ്റ്റോക്ക് സമ്മറിയിൽ പോയി നോക്കാം. അപ്പൊ അവിടെ നമുക്ക് ഗ്രൂപ്പായിട്ട് വന്നിട്ടുണ്ടാവും പേസ്റ്റ്, പിന്നെ അതുപോലെ സോപ്പ്, പേസ്റ്റ്, സോപ്പ്, പിന്നെ അതിന്റെ എന്ത് വന്നിട്ടുണ്ടാവും, ക്വാണ്ടിറ്റി വന്നിട്ടുണ്ടാവും, റേറ്റ് വന്നിട്ടുണ്ടാവും, വാല്യൂ വന്നിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ചെയ്യുന്ന എല്ലാം സ്റ്റോക്ക് സമ്മറിയിൽ ഉണ്ടാവും കേട്ടോ. നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രോബ്ലംസും നമ്മൾ ഇതിന്റെ റിപ്പോർട്ട് നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഇതന്നെയല്ലേ കിട്ടിയെന്ന് നോക്കുക കേട്ടോ. റിപ്പോർട്ട് എവിടെ നോക്കണ്ടെന്ന് വെച്ചാൽ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ സ്റ്റോക്ക് സമ്മറിയാണ്. അപ്പൊ അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക.